I've seen this one. This is a classic. ഏയ് കട്ടുറുമ്പിന് കല്യാണം പുട്ടുകുത്തണ ചെമ്മാനം പട്ടുപുത്തിയ ചപ്പാത്തി അല്ലാതെ വെറുതെ AJP പാടുമ്പോ വെറുതെ ഒരു ഗിറ്റാർ വായിക്കലല്ല. അല്ല പെരേര പാടുന്നത് താളം തെറ്റിച്ചും പിച്ച് തെറ്റിച്ചൊക്കെയാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് കൊണ്ടുവച്ച് ശ്രുതിയിലൊക്കെ ആക്കി അതിൻ്റെ പിന്നീടാണ് അതിൻ്റെ കൂടെ ഗിറ്റാറൊക്കെ വായിച്ചിട്ട് ക്വാളിറ്റിയിലൊക്കെ ആക്കി എടുത്തത്. അതുകൊണ്ടാണ് അത് വൈറലായത്. ഇപ്പം കണി കാണും നേരം നമ്മുടെ ജാസിയുടെ ആ പാട്ടിന് മ്യൂസിക് വന്നപ്പോഴേ അത് വേറെ ലെവലായി. കണി കാണും നേരം കമലാ നേത്രിന്റെ വേറും മഞ്ഞ് തുകിച്ചാത്തി. ഒരുപാട് വർക്കുകൾ ഇപ്പം ചെയ്യും, നാളെ ചെയ്യും, പിന്നെ ചെയ്യുന്നത് പറഞ്ഞിട്ട് പിന്നീട് അത് നമ്മളിലേക്ക് എത്താതെ പോകുമ്പോൾ ഭയങ്കര വിഷമമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ ഇപ്പോൾ ഉള്ള വർക്കുകളൊന്നും ആരോടും പറയാറില്ല. ലാസ്റ്റ് ഞാനൊരു പാട്ട് പഠിച്ചിട്ട് സെറ്റ് ആകാൻ ശരിയാക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ശരിയാക്കുന്നതിനൊക്കെ പരിധിയുണ്ട്. പിന്നെ എനിക്ക് വിജയുടെ ആ പാട്ട് വിജയുടെ ഏതായിരുന്നു സോങ്? മറക്കുമാ മാമയെന്നോ മടിയിലെ പഞ്ചവർണ്ണോ മടിയിലെ ഊഞ്ചൽ സത്യത്തിൽ ഏതൊരു പാടത്തിൽ കാണാൻ ഒരു നല്ലൊരു സോങ്, ഒരു ഐറ്റം സോങ് അങ്ങനെ എന്തെങ്കിലും ഇത് വരുവാണെങ്കിൽ ഉറപ്പായിട്ട് അവരെ കൊണ്ട് ഞാൻ പാടിപ്പിക്കും. വീട്ടിലെ സൗണ്ടാ. അനുരാഗവിലോചനായി അതിരേറെ മോഹിതനായി പരിമീലെ നിൽക്കും ആഷിറിനൊക്കെ ഏതെങ്കിലും ഒരു പാട്ട് എടുത്ത് ചെയ്യാന്ന് ചോദിച്ചാൽ ഞാൻ ആഷിറിന്റെ വീഡിയോ എല്ലാം ഇങ്ങനെ എടുത്ത് നോക്കി. അപ്പൊ ആഷിർ ഇങ്ങനെ ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഞങ്ങളുടെ ചെയ്തു തരും. എല്ലാം കൂടെ എടുത്ത് ചെയ്യാനുള്ള സമയമില്ല. അതിനകത്ത് പെട്ടെന്ന് സെലക്ട് ചെയ്ത് കിട്ടുന്ന ഏതെങ്കിലും ആണെങ്കിൽ ഓക്കെ. കുറച്ച് റീച്ച് സാധ്യതകളോടെ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ അങ്ങനെ ആരും മ്യൂസീഷ്യന്മാരായിട്ടോ അല്ലെങ്കിൽ മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ടുള്ള ആരുമില്ല. ഞാനൊരു സമയം തൊട്ട് അങ്ങ് പഠിച്ചു തുടങ്ങുമായിരുന്നു. പക്ഷേ ഒരു മ്യൂസീഷ്യൻ എന്ന നിലയിൽ എനിക്ക് കുറച്ചുകൂടെ രസമായിട്ട് തോന്നിയത് ഈ അലഞ്ചസ് പെരേരയുടെ വീഡിയോ. ഞാൻ പറഞ്ഞു ആഹാ ഈ ഞാനോലയിലൂതും പീപ്പി താഴത്തോട്ടിൽ നെടുമീൻ തപ്പി തലവരയില്ലാത്തോനോ പണ്ടേ ഞാനൊരു വാഴ ഗുണം പിടിക്കാത്തൊരു മോനാ പണ്ടേ ഞാനൊരു